ഓഗസ്റ്റ് 26-ന് വിശാഖപട്ടണത്ത് ഇന്ത്യൻ നാവികസേന 2 ഫ്രണ്ട്ലൈൻ സ്റ്റെൽത്ത് ഫ്രിഗേറ്റുകളായ INS ഉദയഗിരി F-35, INS ഹിമഗിരി F-34 എന്നിവ കമ്മീഷൻ ചെയ്യും. വ്യത്യസ്ത ഇന്ത്യൻ കപ്പൽശാലകളിൽ നിർമ്മിച്ച 2 യുദ്ധക്കപ്പലുകൾ ഒരുമിച്ച് കമ്മീഷൻ ചെയ്യുന്നത് ഇതാദ്യമായിരിക്കും. പ്രോജക്ട് 17A ക്ലാസിലെ രണ്ടാമത്തെ കപ്പലായ ഉദയഗിരി മുംബൈയിലെ മസഗോൺ ഡോക്ക് ഷിപ്പ് ബിൽഡേഴ്സ് ലിമിറ്റഡ് MDL നിർമ്മിച്ചതാണ്. കൊൽക്കത്തയിലെ ഗാർഡൻ റീച്ച് ഷിപ്പ് ബിൽഡേഴ്സ് ആൻഡ് എഞ്ചിനീയേഴ്സ് GRSE നിർമ്മിച്ച ആദ്യ ക്ലാസിലെ ആദ്യ കപ്പലായ ഹിമഗിരിയും ഇതിനോടൊപ്പം ചേരും. ശിവാലി ക്ലാസ് ഫ്രിഗേറ്റുകളുടെ പരിഷ്കരിച്ച പതിപ്പാണ് പ്രോജക്ട് 17A ഫ്രിഗേറ്റുകൾ. ഡീസൽ എഞ്ചിനുകളും ഗ്യാസ് ടർബൈനുകളും ഉപയോഗിച്ച് നിയന്ത്രിക്കാവുന്ന പിച്ച് പ്രൊപ്പല്ലറുകൾ പ്രവർത്തിപ്പിക്കുന്ന ഒരു കമ്പൈൻഡ് ഡീസൽ ഗ്യാസ് പ്രൊപ്പൽഷൻ സിസ്റ്റമാണ് ഇവയ്ക്ക് കരുത്തു പകരുന്നത്. ഒരു ഇൻ്റിഗ്രേറ്റഡ് പ്ലാറ്റ്ഫോം മാനേജ്മെന്റ് സിസ്റ്റം വഴിയാണ് കപ്പലുകൾ പ്രവർത്തിപ്പിക്കുന്നത്. നാവികസേനയുടെ വാർഷിപ്പ് ഡിസൈൻ ബ്യൂറോ രൂപകൽപ്പന ചെയ്ത 100ാമത്തെ കപ്പലാണ് ഉദയഗിരി. കപ്പലുകളുടെ യന്ത്രസാമഗ്രികൾ, അഗ്നിസുരക്ഷ, കേടുപാടുകൾ നിയന്ത്രിക്കൽ, നാവിഗേഷൻ സംവിധാനങ്ങൾ എന്നിവ പരീക്ഷിച്ച വിപുലമായ പരീക്ഷണങ്ങൾക്ക് ശേഷമാണ് 2 യുദ്ധക്കപ്പലുകളും കമ്മീഷൻ ചെയ്യുന്നത്. വർക്കല എക്സൈസ് ഓഫീസിൽ മദ്യപിച്ചെത്തിയ പ്രിവന്റീവ് ഓഫീസർ എക്സൈസ് ഇൻസ്പെക്ടറെ അസഭ്യം വിളിച്ചു കയ്യേറ്റത്തിന് മുതിർന്നതായി പരാതി. ഞായറാഴ്ച വൈകിട്ടാണ് സംഭവം. എക്സൈസ് ഇൻസ്പെക്ടർ സൂര്യനാരായണന്റെ പരാതിയിൽ പ്രിവന്റീവ് ഓഫീസർ ജെസീനെ വർക്കല പോലീസ് കസ്റ്റഡിയിലെടുത്തു. മഫ്റ്റിയിൽ പരിശോധനയ്ക്ക് തയ്യാറാകാൻ ഇൻസ്പെക്ടർ ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകിയിരുന്നുവെങ്കിലും മദ്യപിച്ച് ഓഫീസിലെത്തിയ ജെസീനെ സൂര്യനാരായണൻ ചോദ്യം ചെയ്തു. ഇതോടെ ഇരുവരും തമ്മിൽ വാക്കുതർക്കമായി. പിന്നാലെ ജെസീൻ കയ്യേറ്റത്തിന് മുതിർന്നു. സഹപ്രവർത്തകർ ഇടപെട്ടു പിടിച്ചുമാറ്റിയെങ്കിലും ജെസീൻ പിന്മാറാതെ വന്നതോടെ സൂര്യനാരായണന്റെ പരാതിയിൽ ഇതേ വർക്കല പോലീസ് കസ്റ്റഡിയിലെടുക്കുകയായിരുന്നു. മദ്യപിച്ച് ഡ്യൂട്ടിക്കെത്തിയതിനും എക്സൈസ് ഇൻസ്പെക്ടറുടെ വടിയുതല തടസ്സപ്പെടുത്തിയതിനും ജെസീന്റെ പേരിൽ കേസെടുക്കുമെന്ന് പോലീസ് അറിയിച്ചു. AICCയുടെ വിദേശകാര്യ വിഭാഗത്തിന്റെ ചെയർമാൻ സ്ഥാനത്ത് നിന്ന് രാജിവെച്ച മുൻ കേന്ദ്രമന്ത്രി ആനന്ദ് ശർമ്മ കോൺഗ്രസ് പ്രവർത്തക സമിതി അംഗമായ അദ്ദേഹം തുടരും. ഓപ്പറേഷൻ സിന്ദൂരിന്റെ ഭാഗമായി വിവിധ രാജ്യങ്ങൾ സന്ദർശിച്ച സർവകക്ഷി സംഘത്തിൽ ആനന്ദ് ശർമ്മ ഉൾപ്പെട്ടിരുന്നു. കഴിവുള്ള യുവ നേതാക്കളെ കൊണ്ടുവരുന്നതിനായി വിദേശകാര്യ വിഭാഗം പുനഃസംഘടിപ്പിക്കേണ്ടതുണ്ടെന്നും ഇത് പ്രവർത്തനത്തിൽ തുടർച്ച ഉറപ്പാക്കുമെന്നും കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജുൻ ഖർഗെയ്ക്ക് അയച്ച രാജിക്കത്തിൽ ആനന്ദ് ശർമ്മ പറയുന്നു. 4 പതിറ്റാണ്ടുകളായി കോൺഗ്രസിന്റെ രാജ്യാന്തര കാര്യങ്ങളിൽ നേതൃത്വം വഹിച്ചിരുന്ന ആനന്ദ് ശർമ്മ രാജിക്കാര്യം നേരത്തെ ഖർഗെയുമായും സോണിയാഗാന്ധിയുമായും സംസാരിച്ചിരുന്നതായാണ് വിവരം. മനീഷ് തിവാരി, പല്ലം രാജു, ദീപേന്ദർ ഹൂഡ, സഞ്ജീവ് ജോസഫ്, രാഗിണി നായിക്, സഞ്ജയ് ചന്ദോക് എന്നിവർ ആനന്ദ് ശർമ്മയ്ക്ക് കീഴിൽ വിദേശകാര്യ വിഭാഗത്തിൽ പ്രവർത്തിച്ചിരുന്ന നേതാക്കളാണ്. ലോകമെമ്പാടുമുള്ള സമാന ചിന്താഗതിക്കാർ പാർട്ടികളുമായി കോൺഗ്രസിന്റെ ബന്ധം കെട്ടിപ്പടുക്കുന്നതിലും ശക്തിപ്പെടുത്തുന്നതിലും വിഭാഗം സജീവമായി ഏർപ്പെട്ടിട്ടുണ്ടെന്ന് ആനന്ദ് ശർമ്മ പറഞ്ഞു. നടനും MPയുമായ കമൽ ഹാസന്റെ കഴുത്തുവെട്ടുമെന്ന് ഭീഷണിപ്പെടുത്തിയ ജൂനിയർ നടനെതിരെ പോലീസിൽ പരാതി. നടൻ സൂര്യയുടെ സന്നദ്ധ സംഘടനയായ അഗരം ഫൗണ്ടേഷൻ സംഘടിപ്പിച്ച പരിപാടിയിലായിരുന്നു കമലിന്റെ വിവാദ പരാമർശം. രാജ്യത്തെ നിലവിലെ അവസ്ഥ മാറ്റാൻ വിദ്യാഭ്യാസം കൊണ്ട് സാധിക്കുമെന്നും സ്വേച്ഛാധിപത്യത്തിന്റെയും സനാതനത്തിന്റെയും ചങ്ങലകൾ തകർക്കാൻ കഴിയുന്ന ഒരേയൊരു ആയുധമാണ് വിദ്യാഭ്യാസമെന്നുമായിരുന്നു കമൽ പറഞ്ഞത്. ഇതോടെ സംഘപരിവാർ സംഘടനകൾ പ്രതിഷേധവുമായി എത്തി. സിനിമയിൽ സഹനടനായ രവിചന്ദ്രൻ ഇതിനു പിന്നാലെ സ്വകാര്യ ചാനൽ ചർച്ചയിൽ കമലിനെതിരെ വധഭീഷണി മുഴക്കിയതാണ് ആരോപണം. മക്കൾ നീതി മയ്യം വൈസ് പ്രസിഡന്റ് അടക്കമുള്ളവർ ഇത് ചൂണ്ടിക്കാണിച്ച് ചെന്നൈ പോലീസ് കമ്മീഷണർക്ക് പരാതി നൽകി. ചെന്നൈ എയർ ഇന്ത്യ വിമാനം ചെന്നൈയിൽ അടിയന്തര ലാൻഡിംഗ് നടത്തിയതിനെക്കുറിച്ച് പ്രതികരിച്ച് വിമാനത്തിലെ യാത്രക്കാരനായ UDF കൺവീനർ അടൂർ പ്രകാശ് MP ചെന്നൈയിൽ നിന്ന് ഡൽഹിയിലേക്ക് പോകാൻ എയർ ഇന്ത്യ ഏർപ്പെടുത്തിയ പകരം വിമാനത്തിൽ കയറിയ ശേഷം മനോരമ ഓൺലൈനിനോട് ടെലിഫോണിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. രക്ഷപ്പെട്ടത് മഹാഭാഗ്യത്തിനാണ്. ഞാൻ, KC വേണുഗോപാൽ, കൊടിക്കുന്നിൽ സുരേഷ്, K രാധാകൃഷ്ണൻ, തിരുനെൽവേലി MP റോബർട്ട് ബ്രൂസ് എന്നിവർ വിമാനത്തിൽ ഉണ്ടായിരുന്നു. ഇന്നു നടക്കുന്ന പാർലമെന്റ് സമ്മേളനത്തിൽ പങ്കെടുക്കാനാണ് ഞങ്ങൾ ഡൽഹിയിലേക്ക് പുറപ്പെട്ടത്. വിമാനത്തിൽ ആകെ 160 യാത്രക്കാരാണ് ഉണ്ടായിരുന്നത്. രാത്രി 7:20-നായിരുന്നു വിമാനം പുറപ്പെടേണ്ടിയിരുന്നത്. എന്നാൽ അരമണിക്കൂർ വൈകി 7:50-നാണ് വിമാനം പുറപ്പെട്ടത്. 1 മണിക്കൂർ കഴിഞ്ഞപ്പോൾ വിമാനത്തിന് സാങ്കേതിക പ്രശ്നങ്ങൾ ഉണ്ടെന്ന് പൈലറ്റ് അനൗൺസ്മെന്റ് ചെയ്തു.
ചെന്നൈയിൽ അടിയന്തര ലാൻഡിങ്ങിനുള്ള ശ്രമം തുടങ്ങി. 2 മണിക്കൂറോളമാണ് വിമാനം ആകാശത്ത് വട്ടമിട്ട് പറന്നത്. യാത്രക്കാരാകെ പരിഭ്രാന്തരായിരുന്നു. ചിലർ ആശങ്ക പങ്കുവെക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തു. ഇടയ്ക്കിടെ പൈലറ്റ് അറിയിപ്പുകൾ തരുന്നുണ്ടായിരുന്നു. ഇന്ധനം കത്തിച്ചു തീർക്കാനുള്ള ശ്രമം അവസാന ഘട്ടത്തിലെത്തിയപ്പോൾ വിമാനം ലാൻഡ് ചെയ്യാനുള്ള ശ്രമം തുടങ്ങി. ഈ സമയത്തായിരുന്നു അടുത്ത പ്രതിസന്ധി. റൺവേയിൽ മറ്റൊരു വിമാനമുണ്ടായിരുന്നത് കാരണം ഞങ്ങൾ സഞ്ചരിച്ച വിമാനത്തിന് ലാൻഡ് ചെയ്യാൻ കഴിയാത്ത സ്ഥിതിയുണ്ടായി. ഇതോടെ പലർക്കും ഭയമായി. ധാരാളം സ്ത്രീകളും കുട്ടികളും വിമാനത്തിലുണ്ടായിരുന്നു. അരമണിക്കൂർ വീണ്ടും ആകാശത്ത് പറന്ന ശേഷമാണ് വിമാനം ലാൻഡ് ചെയ്യാൻ സാധിച്ചത്. റഡാറിലെ തകരാറെന്നാണ് പറയുന്നത്. എന്തായാലും വിശദ അന്വേഷണം വേണം. ഗുരുതര സുരക്ഷാ വീഴ്ചയാണ് ഉണ്ടായത്. ഞങ്ങൾ സഞ്ചരിച്ച വിമാനത്തിൽ പരിശോധന നടത്തുന്നു എന്നാണ് പറഞ്ഞത്. വലിയ അപകടത്തിൽ നിന്ന് കരകയറിയാണ് ഞങ്ങളെല്ലാം പകരം വിമാനത്തിൽ കയറിയിരിക്കുന്നത്. റൺവേയിലുണ്ടായിരുന്ന വിമാനവുമായി കുട്ടിമുട്ടാത്തത് തന്നെ ഭാഗ്യമാണ്. പൈലറ്റായ ക്യാപ്റ്റൻ വെങ്കിട്ടേഷിന്റെ മികവ് അഭിനന്ദനാർഹമാണ്, അടൂർ പ്രകാശ് പറഞ്ഞു. തിരുവനന്തപുരത്ത് നിന്ന് ഡൽഹിയിലേക്ക് പുറപ്പെട്ട AIC 2453 വിമാനമാണ് ഞായറാഴ്ച രാത്രി അടിയന്തര ലാൻഡിംഗ് നടത്തിയത്. വിമാനത്തിലെ റഡാർ സംവിധാനത്തിലുണ്ടായ സാങ്കേതിക പ്രശ്നം മൂലമായിരുന്നു അടിയന്തര ലാൻഡിംഗ്. വൈകിട്ട് 7:15 വിമാനം തിരുവനന്തപുരത്തു നിന്നും പറന്നുയരേണ്ടിയിരുന്നത്. എന്നാൽ അരമണിക്കൂറോളം വൈകിയാണ് വിമാനം പുറപ്പെട്ടത്. 1 മണിക്കൂർ കഴിഞ്ഞപ്പോൾ വിമാനത്തിന് സാങ്കേതിക പ്രശ്നങ്ങളുണ്ടെന്ന് പൈലറ്റ് അനൗൺസ്മെന്റ് ചെയ്തു. ചെന്നൈയിൽ അടിയന്തര ലാൻഡിങ്ങിനുള്ള ശ്രമം തുടങ്ങി. 2 മണിക്കൂറോളമാണ് വിമാനം ആകാശത്ത് വട്ടമിട്ട് പറന്നത്. യാത്രക്കാരാകെ പരിഭ്രാന്തരായിരുന്നു. ചിലർ ആശങ്ക പങ്കുവെക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തു. ഇടയ്ക്കിടെ പൈലറ്റ് അറിയിപ്പുകൾ തരുന്നുണ്ടായിരുന്നു. ഇന്ധനം കത്തിച്ചു തീർക്കാനുള്ള ശ്രമം അവസാന ഘട്ടത്തിലെത്തിയപ്പോൾ വിമാനം ലാൻഡ് ചെയ്യാനുള്ള ശ്രമം തുടങ്ങി. ഈ സമയത്തായിരുന്നു അടുത്ത പ്രതിസന്ധി. റൺവേയിൽ മറ്റൊരു വിമാനമുണ്ടായിരുന്നത് കാരണം ഞങ്ങൾ സഞ്ചരിച്ച വിമാനത്തിന് ലാൻഡ് ചെയ്യാൻ കഴിയാത്ത സ്ഥിതിയുണ്ടായി. ഇതോടെ പലർക്കും ഭയമായി. ധാരാളം സ്ത്രീകളും കുട്ടികളും വിമാനത്തിലുണ്ടായിരുന്നു. അരമണിക്കൂർ വീണ്ടും ആകാശത്ത് പറന്ന ശേഷമാണ് വിമാനം ലാൻഡ് ചെയ്യാൻ സാധിച്ചത്. റഡാറിലെ തകരാറെന്നാണ് പറയുന്നത്. എന്തായാലും വിശദ അന്വേഷണം വേണം. ഗുരുതര സുരക്ഷാ വീഴ്ചയാണ് ഉണ്ടായത്. ഞങ്ങൾ സഞ്ചരിച്ച വിമാനത്തിൽ പരിശോധന നടത്തുന്നു എന്നാണ് പറഞ്ഞത്. വലിയ അപകടത്തിൽ നിന്ന് കരകയറിയാണ് ഞങ്ങളെല്ലാം പകരം വിമാനത്തിൽ കയറിയിരിക്കുന്നത്. റൺവേയിലുണ്ടായിരുന്ന വിമാനവുമായി കുട്ടിമുട്ടാത്തത് തന്നെ ഭാഗ്യമാണ്. പൈലറ്റായ ക്യാപ്റ്റൻ വെങ്കിട്ടേഷിന്റെ മികവ് അഭിനന്ദനാർഹമാണ്, അടൂർ പ്രകാശ് പറഞ്ഞു. US താരിഫ് വർധനവിൽ വിമർശനവുമായി കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരി. ഇന്നത്തെ ലോകത്ത് ദാദാഗിരി അഥവാ ഭീഷണിപ്പെടുത്തുന്ന രാജ്യങ്ങൾക്ക് അങ്ങനെ ചെയ്യാൻ കഴിയുന്നത് അവർ സാമ്പത്തികമായി ശക്തരും സാങ്കേതിക വിദ്യയും ഉള്ളതുകൊണ്ടാണെന്ന് കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരി പറഞ്ഞു. കയറ്റുമതിയും സമ്പദ്വ്യവസ്ഥയും മുന്നേറ്റം നടത്തിയാൽ ഇന്ത്യക്ക് ആരുടെയും പിന്നാലെ പോകേണ്ടി വരില്ല എന്നും ഗഡ്കരി ഓർമ്മിപ്പിച്ചു. നാഗ്പൂരിലെ വിശ്വേശ്വരയ്യ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയിൽ സംസാരിക്കുകയായിരുന്നു ഗഡ്കരി. ദാദാഗിരിയിൽ മുഴുകുന്നവർ അങ്ങനെ ചെയ്യുന്നത് അവർ സാമ്പത്തികമായി ശക്തരായതിനാലും അവർക്ക് സാങ്കേതിക വിദ്യയുള്ളതിനാലുമാണ്. നമുക്ക് മികച്ച സാങ്കേതികവിദ്യയും വിഭവങ്ങളും ലഭിക്കുകയാണെങ്കിൽ നമ്മൾ ആരെയും ഭീഷണിപ്പെടുത്തില്ല എന്നും കാരണം ലോകത്തിന്റെ ക്ഷേമമാണ് ഏറ്റവും പ്രധാനമെന്നും സംസ്കാരം നമ്മെ പഠിപ്പിക്കുന്നു, ഗഡ്കരി പറഞ്ഞു. ആഗോളതലത്തിൽ നമ്മൾ വിവിധ പ്രശ്നങ്ങൾ നേരിടുന്നുണ്ട്. ഈ പ്രശ്നങ്ങൾക്കെല്ലാം പരിഹാരം ശാസ്ത്രവും സാങ്കേതികവിദ്യയുമാണ്, അതായത് അറിവ്. അതൊരു ശക്തിയാണ്, അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഓഗസ്റ്റ് 6 US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ചില ഇന്ത്യ ഉൽപ്പന്നങ്ങൾക്ക് 25% അധിക തീരുവ ചുമത്തുന്ന ഉത്തരവിൽ ഒപ്പുവച്ചിരുന്നു. ഇതോടെ മൊത്തം താരിഫ് 50%. ഇതേ തുടർന്നു ഇരു രാജ്യങ്ങൾക്കുമിടയിലെ വ്യാപാര സംഘർഷങ്ങൾ വീണ്ടും രൂക്ഷമായതോടെയാണ് ഗഡ്കരിയുടെ പ്രസ്താവന. ഇത് US ചരിത്രത്തിലെ ഏറ്റവും കൂടുതൽ തീരുവ ചുമത്തുന്ന വ്യാപാര പങ്കാളികളിലൊന്നായി ഇന്ത്യയെ മാറ്റി. തുണിത്തരങ്ങൾ മുതൽ രത്നങ്ങൾ വരെ, ഫാർമസ്യൂട്ടിക്കൽസ്, ഓട്ടോ പാർട്സ് എന്നിവരെയുള്ള എല്ലാ മേഖലകൾക്കും ഇത് കനത്ത തിരിച്ചടിയായി. ഫ്ലോറിഡയിൽ ഇന്ത്യക്കെതിരെ ആണവ ഭീഷണിയുമായി പാക് സൈനിക മേധാവി അസിം മുനീർ. തങ്ങളുടെ നിലനിൽപ്പിന് ഭീഷണി നേരിടുകയാണെങ്കിൽ ഇന്ത്യയെ ആണവ യുദ്ധത്തിലേക്ക് തള്ളിവിടാൻ മടിക്കില്ലെന്നായിരുന്നു അസിം മുനീറിന്റെ പ്രതികരണം. ഫ്ലോറിഡയിൽ നടന്ന അത്താഴ വിരുന്നിൽ സംസാരിക്കുകയായിരുന്നു അസിം മുനീറിന്റെ പ്രതികരണം. നമ്മളൊരു അണവരാജ്യമാണ്.
നമ്മൾ ഇല്ലാതാകുമെന്ന് തോന്നിയാൽ ലോകത്തിന്റെ പകുതി ഭാഗത്തെയും ഞങ്ങൾ കൂടെ കൊണ്ടുപോകും, അസിം മുനീർ പറഞ്ഞു. US സെൻട്രൽ കമാൻഡിന്റെ സ്ഥാനമൊഴിയുന്ന കമാൻഡർ ജനറൽ മൈക്കൽ കുറിലയുടെ വിരമിക്കൽ ചടങ്ങിൽ പങ്കെടുക്കാൻ US-ലെത്തിയതായിരുന്നു അസിം മുനീർ. സിന്ധു നദീജല കരാർ താൽക്കാലികമായി റദ്ദാക്കാനുള്ള ഇന്ത്യയുടെ തീരുമാനം പാകിസ്ഥാനിലെ 250 മില്യൺ ജനങ്ങളെ അപകടത്തിലാക്കിയേക്കുമെന്നും അസിം മുനീർ പറഞ്ഞു. ഇന്ത്യ ഒരു അണട്ട് നിർമ്മിക്കാൻ ഞങ്ങൾ കാത്തിരിക്കും. അത് നിർമ്മിച്ചു കഴിയുമ്പോൾ 10 മിസൈൽ ഉപയോഗിച്ച് ഞങ്ങൾ അത് തകർക്കും. സിന്ധു നദി ഇന്ത്യക്കാരുടെ കുടുംബസ്വത്തല്ല. ഞങ്ങൾക്ക് മിസൈലുകൾക്ക് കുറവില്ല, അസിം മുനീർ പറഞ്ഞു. യുദ്ധം അവസാനിപ്പിക്കാനുള്ള അതിവേഗം മാർഗം ഗാസ നഗരം പിടിച്ചടക്കൽ പദ്ധതിയാണെന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെന്യാമിൻ നെതന്യാഹു പറഞ്ഞു. ഹമാസ് ആയുധം താഴെ വയ്ക്കാൻ വിസമ്മതിക്കുകയാണ്. ഇതിനാൽ ഇസ്രായേലിന് ജോലി പൂർത്തിയാക്കിയ ഹമാസിന്റെ പരാജയം പൂർത്തിയാക്കുകയല്ലാതെ മറ്റു മാർഗമില്ല, നെതന്യാഹു പറഞ്ഞു. ഗാസയുടെ 70-75% ഇസ്രായേൽ സൈനിക നിയന്ത്രണത്തിലാണ്. എന്നാൽ ഹമാസിന്റെ ചില ശക്തി കേന്ദ്രങ്ങൾ ഇപ്പോഴും പ്രവർത്തിക്കുന്നുണ്ട്. ഹമാസിനെ ഈ കേന്ദ്രങ്ങളിൽ നിന്ന് തുടച്ചുമാറ്റാൻ ഗാസ നഗരം പിടിച്ചടക്കുകയല്ലാതെ വേറെ വഴിയില്ല, ഇസ്രായേൽ പ്രധാനമന്ത്രി പറഞ്ഞു. ഇസ്രായേൽ ഗാസ കൈവശപ്പെടുത്താനല്ല, മറിച്ച് സ്വതന്ത്രമാക്കാനാണ് ആഗ്രഹിക്കുന്നതെന്ന് നെതന്യാഹു പറഞ്ഞു. ഗാസയിലേക്ക് സഹായം എത്തിക്കുന്നതിന് ഇസ്രായേൽ 11 ആഴ്ചയായി ഏർപ്പെടുത്തിയ ഉപരോധം നിലവിലെ പട്ടിണി പ്രതിസന്ധിക്ക് എന്തെങ്കിലും പങ്കുണ്ടോ എന്ന് മാധ്യമപ്രവർത്തകർ നെതന്യാഹുവിനോട് ചോദിച്ചപ്പോൾ ഇവിടേക്കെത്തിക്കുന്ന സാധനങ്ങൾ ഹമാസ് കൊള്ളയടിക്കുകയാണെന്ന് നെതന്യാഹു കുറ്റപ്പെടുത്തി. വർഷങ്ങൾക്ക് മുൻപ് US നൽകിയ ചെറിയ റോക്കറ്റ് ഉപയോഗിച്ച് ഉപഗ്രഹ വിക്ഷേപണങ്ങൾക്ക് തുടക്കം കുറിച്ച ഇന്ത്യ അടുത്ത 2 മാസത്തിനുള്ളിൽ US നിർമ്മിച്ച 6500 കിലോഗ്രാം ഭാരമുള്ള ആശയവിനിമയ ഉപഗ്രഹം വിക്ഷേപിക്കുമെന്ന് ISRO ചെയർമാൻ വി നാരായണൻ പറഞ്ഞു. ജൂലൈ 30-ന് GSLV F-16 റോക്കറ്റിൽ നാസർ ISRO സിന്തറ്റിക് ആപ്പർച്ചർ റഡാർ നൈസാർ ദൗത്യത്തിന്റെ ചരിത്രാത്മക വിക്ഷേപണത്തിന് പിന്നാലെ ISRO US-നായി മറ്റൊരു ഉപഗ്രഹം കൂടി വിക്ഷേപിക്കുമെന്ന് പൊതുപരിപാടിക്കിടയിൽ ISRO ചെയർമാൻ പറഞ്ഞു. 1963-ലാണ് ISRO സ്ഥാപിച്ചതെന്നും അന്ന് രാജ്യം വികസിത രാജ്യങ്ങളെക്കാൾ 6-7 വർഷം പിന്നിലായിരുന്നുവെന്നും നാരായണൻ പ്രസംഗത്തിൽ അനുസ്മരിച്ചു. അതേ വർഷം തന്നെ ഇന്ത്യൻ ബഹിരാകാശ പദ്ധതിക്ക് തുടക്കം കുറിച്ചുകൊണ്ട് US ചെറിയൊരു റോക്കറ്റ് സംഭാവന ചെയ്തു. 1965-ൽ US നൽകിയ ഉപഗ്രഹ ഡേറ്റ വഴി 6 സംസ്ഥാനങ്ങളിലെ 2400 ഗ്രാമങ്ങളിലായി 2004 ടെലിവിഷൻ സെറ്റുകൾ സ്ഥാപിച്ചുകൊണ്ട് ISRO വൻ മുന്നേറ്റമാണ് നടത്തിയത് എന്നും അദ്ദേഹം പറഞ്ഞു. ജൂലൈ 30 ഇന്ത്യൻ ബഹിരാകാശ പദ്ധതിക്ക് ഒരു ചരിത്ര ദിനമായിരുന്നു. നമ്മൾ നൈസാർ ഉപഗ്രഹം വിക്ഷേപിച്ചു. ലോകത്ത് ഇതുവരെ നിർമ്മിച്ചതിൽ വെച്ച് ഏറ്റവും ചെലവേറിയ ഉപഗ്രഹമാണിത്. US-ൽ നിന്നുള്ള L-ബാൻഡ് SAR പേലോഡും ISRO നൽകിയ S-ബാൻഡ് പേലോഡും ഇതിൽ ഉൾപ്പെടും ഇന്ത്യൻ റോക്കറ്റാണ് ഈ ഉപഗ്രഹത്തെ കൃത്യമായി ഭ്രമണപഥത്തിൽ എത്തിച്ചത്. ഇന്ന് നമ്മൾ വികസിത രാജ്യങ്ങളുമായി തോളോട് ചേർന്ന് പ്രവർത്തിക്കുന്നു എന്നും നാരായണൻ അഭിപ്രായപ്പെട്ടു. 50 വർഷം മുൻപ് ഉപഗ്രഹ സാങ്കേതികവിദ്യ ഇല്ലാതിരുന്ന ഒരു രാജ്യത്ത് നിന്ന് ISRO ഇതുവരെ 34 രാജ്യങ്ങളുടെ 433 ഉപഗ്രഹങ്ങൾ സ്വന്തം റോക്കറ്റുകൾ ഉപയോഗിച്ച് വിക്ഷേപിച്ചു എന്നും നാരായണൻ പറഞ്ഞു. ചാണ്ഡീഗർ തെരഞ്ഞെടുപ്പിലെ പരാജയത്തിന് EVMൽ കുറ്റം ചാരിയതിന് പിന്നാലെ കോൺഗ്രസ് മറ്റൊരു വ്യാജ അജണ്ട പ്രചരിപ്പിക്കുകയാണെന്ന് ഹരിയാന മുഖ്യമന്ത്രി നായിബ് സിംഗ് സെയ്നി പറഞ്ഞു. വൻ മഹോത്സവ പരിപാടിക്കിടയിൽ കുരുക്ഷേത്രയിൽ നടന്ന പൊതുസമ്മേളനത്തെ അഭിസംബോധന ചെയ്തു സംസാരിക്കവേ രാഹുൽ ഗാന്ധിയുടെ തെരഞ്ഞെടുപ്പ് അട്ടിമറി ആരോപണങ്ങളുടെ പേരിൽ കോൺഗ്രസിനെതിരെ നായിബ് സിംഗ് സെയ്നി രൂക്ഷമായ ആക്രമണം നടത്തി. 55 വർഷം രാജ്യം ഭരിച്ചവർക്ക് ജനങ്ങളുടെ പ്രതീക്ഷകൾക്കൊത്ത് ഉയരാൻ കഴിഞ്ഞില്ല എന്നതിനാൽ അവർക്ക് പുറത്തേക്കുള്ള വാതിൽ ജനങ്ങൾ കാണിച്ചുകൊടുത്തു എന്നും നായിബ് സിംഗ് സെയ്നി പറഞ്ഞു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാജ്യത്തെ മുന്നോട്ട് നയിക്കുമ്പോൾ ചിലർ വിമർശനം ശീലമാക്കുകയാണ്. ഇന്നത്തെ പ്രതിപക്ഷത്തിന്റെ പങ്ക് ആശങ്കാകരമാണ്. EVMകളിലായിരുന്നു മുൻപ് അവർ കുറ്റം കണ്ടെത്തിയിരുന്നത്. എന്നാൽ ഇപ്പോൾ രാജ്യത്തെ തള്ളിയ പ്രതിപക്ഷത്തെ ഒരു വലിയ നേതാവ് വോട്ട് കൊള്ള എന്ന മറ്റൊരു വ്യാജ അജണ്ടയുമായി വന്നിരിക്കുന്നു. വോട്ടുകൾ മോഷ്ടിക്കപ്പെട്ടതല്ല, മറിച്ച് അവരുടെ തെറ്റായ പ്രവർത്തനങ്ങൾ കാരണം ജനങ്ങൾ അവരെ തള്ളിക്കളഞ്ഞതാണെന്ന് ആരെങ്കിലും അവരോട് പറയണമെന്നും നായിബ് സിംഗ് സെയ്നി പറഞ്ഞു. BJPയും തെരഞ്ഞെടുപ്പ് കമ്മീഷനും തമ്മിലുള്ള ഒത്തുകളിച്ചാൽ വോട്ടെടുപ്പിൽ വലിയ ക്രിമിനൽ തട്ടിപ്പ് നടന്നുവെന്നായിരുന്നു വ്യാഴാഴ്ച രാഹുൽ ഗാന്ധി ആരോപിച്ചത്. കർണാടകയിലെ ഒരു മണ്ഡലത്തിലെ വോട്ടിംഗ് പാറ്റേൺ ചൂണ്ടിക്കാട്ടിയായിരുന്നു രാഹുൽ ഗാന്ധിയുടെ ആരോപണം. 300 കിലോമീറ്റർ അകലെ നിന്ന് നിരീക്ഷണ വിമാനം ഇന്ത്യ വെടിച്ചിട്ടത് പാകിസ്ഥാന് വലിയ മാനസിക ആഘാതം സൃഷ്ടിച്ചുവെന്ന് റിപ്പോർട്ട്. 300 കിലോമീറ്റർ അകലെ നിന്ന് ഇന്ത്യൻ വ്യോമസേന പാകിസ്ഥാൻ വിമാനം വെടിച്ചിട്ടതിനെക്കുറിച്ച് എയർ ചീഫ് മാർഷൽ അമർപ്രീത് സിംഗിന്റെ പരാമർശം
ഇന്ത്യയുടെ അഭൂതപൂർവമായ